ചെങ്ങന്നൂർ പാണ്ടനാട്ടിൽ പാടശേഖരങ്ങൾ കൃഷിക്കൊരുങ്ങിയാൽ പാണ്ടനാട് കൃഷ്ണപ്രിയ ബാലാശ്രമത്തിലെ അന്തേവാസികൾക്ക് നിരവധി കുടുംബങ്ങൾക്കും ആധിയാണ്. കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യുന്നതോടെ ഇവരുടെ പാർപ്പിടങ്ങൾ വെള്ളത്തിലാകുമെന്നതാണ് കാരണം. ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട കനാലിന് താങ്ങാവുന്നതിലും അധികം വെള്ളം തുറന്നുവിടുന്നതാണ് പ്രശ്നം. വർഷങ്ങളായി ഇവരുടെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് കനാലിന്റെ ശേഷിയേക്കാൾ കൂടുതൽ വെള്ളം തുറന്നുവിടുന്നതാണ് ജലം പുറത്തേക്കൊഴുകാൻ കാരണം. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി, ജലസേചന മന്ത്രി, ആരോഗ്യമന്ത്രി, MLA, കളക്ടർ, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമായില്ല. തുടർന്ന് ബാലാശ്രമം അധികൃതർ പ്രശ്നം പരിഹരിക്കാൻ തടയണ നിർമ്മിച്ച് സമീപത്തെ പുരയിടത്തിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനു മുകളിലൂടെ വെള്ളം ഒഴുകിയെത്തി ബാലാശ്രമത്തിന്റെ വളപ്പിലും ഭക്ഷണശാലയിലും വെള്ളമെത്തി. കിണറ്റിലും വെള്ളം കലർന്നു. മലിനമായ ജലം കിണർ വെള്ളത്തിൽ കലരുന്നത് മൂലം അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ ആഹാരം കഴിക്കുകയും പഠനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഹാളിലും ഒക്കെ വെള്ളം കയറി കിണറ്റിലെ വെള്ളം പൂർണ്ണമായിട്ടും മലിനമാവുകയാണ്. ഞങ്ങൾ ദിവസവും ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടാതെ ഫിൽറ്ററൊക്കെ വെച്ചേക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ എന്നിട്ട് തന്നെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് രോഗം ഒഴിയാത്തൊരവസ്ഥയാണ്. ഇതിന് അത്യാവശ്യമായിട്ട് എത്രയും വേഗം എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ബാലാശ്രമത്തിൽ 20 കുട്ടികളും 6 ജീവനക്കാരുമുണ്ട്. വെള്ളം ഇറങ്ങുന്നതോടെ ബാലാശ്രമവും പരിസരവും ശുചീകരിച്ചാലും അടുത്ത ദിവസവും ഇതേ അവസ്ഥ തുടരും. പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിച്ചും വേണ്ട സ്ഥലങ്ങളിൽ കനാലിന്റെ ഉയരം കൂട്ടിയും പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ടില്ലെന്ന വിചിത്രവാദമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 24 ആലപ്പുഴ.